മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് വ്രതം നോറ്റുപോയ കണ്ണനെയും മാർക്കോയെയും ലോപ്പസിനെയും സാഗറിനെയും കൊല്ലാനായിട്ട് പിന്നാലെ നമ്മുടെ മേഘനാഥൻ കുറേ ഗുണ്ടകളെയൊക്കെ പറഞ്ഞയച്ചിരുന്നു. കാർത്തികൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിൽ. അങ്ങനെ ആ ഒരു ദൗത്യം കംപ്ലീറ്റ് ചെയ്തു എന്ന സന്തോഷത്തിൽ പ്രതാപൻ്റെ വീട്ടിലാണെങ്കിൽ മോഹിനിയമ്മയെ കൊണ്ട് തന്നെ പായസം ഉണ്ടാക്കിച്ച് മുത്തശ്ശിയും പ്രതാപനും ആ സന്തോഷം ആഘോഷിക്കുന്നുണ്ട്. അതേസമയം കമലേശ്വരം തറവാട്ടിൽ മേഘനാഥനും കരുണയും ദുർഗാമ്മയും ഉണ്ണിയും എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു സന്തോഷം ആഘോഷിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കണ്ണനാണെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാഗർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെയൊക്കെ കണ്ണിൽ കണ്ണനും മാർക്കോയും തൽക്ഷണം തന്നെ മരിച്ചു. സാഗറാണെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. നമ്മുടെ ലോപ്പസാണ് സാഗറിന് കൂട്ടിരിക്കുന്നത്. ഏതോ ഒരു സാദൃശ്യം എന്നതുപോലെ ആ സാഗർ എന്ന പേരുള്ളൊരു ഗുണ്ടയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് മാർക്കോ വിളിച്ച് സത്യങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് മാർക്കോയും കണ്ണനും മരിച്ചു എന്നും സാഗർ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, അയാളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ പറയുമ്പം മേഘം പറയുന്നുണ്ട്, തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇത്രയും ചെയ്തല്ലോ, സന്തോഷമായി, പറഞ്ഞ പൈസ നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും തരാമെന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും സന്തോഷത്തിൻ്റെ ആ ഒരു മറവിൽ നമ്മുടെ മാർക്കോയാണെങ്കിൽ മേഘനെ ഭയപ്പെടുത്താൻ ഒന്നും കൂടി വിളിക്കുന്നുണ്ട്. അതായത് കാർത്തികേയൻ എന്ന് പറയുന്ന ഗുണ്ടയെ അറിയാമോ എന്ന് ചോദിച്ചു പെരുന്നാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുവാണ് എന്നുള്ള രൂപത്തിനാണ് സംസാരിക്കുന്നത്. അത് കേട്ട് മേഘൻ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ മേഘൻ്റെ പേടി കണ്ട് പായസം കുടിച്ചുകൊണ്ട് നിൽക്കുന്ന കരുണയും ഉണ്ണിയും ദുർഗയാണെങ്കിൽ മേഘനെ തന്നെ നോക്കുന്നു. മേഘൻ ആകെ ടെൻഷനാകുന്നു. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ താനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തൻ്റെ ഭാവി എന്താകുമെന്ന് സീമന്തിനിയുമായി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കണ്ണനെയോ മാർക്കോയോ ഒന്നും കൊല്ലുന്നതിന് തനിക്കൊരു പരാതിയില്ല, പക്ഷേ ഒരു കാരണവശാലും കേസും നൂലാമാലയൊന്നും ഉണ്ടാവരുത്. കഞ്ചാവ് കേസിൽ അകത്തായതിൻ്റെ പേരിനാണ് സ്വാതിക്ക് വന്ന നല്ല 2-3 ആലോചന മുടങ്ങിപ്പോയത്. ഇനി കണ്ണനെ കൊന്നതിൻ്റെ പേരിന് കാണാം അകത്തായി കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ബന്ധം വരത്തില്ലെന്ന് മാത്രമല്ല കുടുംബത്തിന് വീണ്ടും ചീത്തപ്പേരുണ്ടാകുമെന്നുള്ളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സമയത്താണ് കേസ് തന്നിലേക്ക് തന്നെ വരുന്നെന്ന് രൂപത്തിനിങ്ങനെ മാർക്കോ സംസാരിക്കുമ്പം ആകെ പേടിക്കുന്നത്. കോള് കട്ട് ചെയ്തിട്ട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും അവന് നല്ല പേടിയുണ്ട്, അവൻ്റെ മേൽ കേസ് വരുമോ എന്നുള്ള പേടി. വരട്ടെ, നമുക്ക് കുറച്ചും കൂടി അവനെ ഒന്ന് വട്ടം ചുറ്റിച്ചതിന് ശേഷം മാത്രം സത്യം മനസ്സിലാക്കിയാൽ മതി. അതേസമയം സാഗറിൻ്റെ വീട്ടിലേക്ക് വരുന്ന സാഗറും കണ്ണനും നടന്നു വരുന്നത് കണ്ട് മഹാലക്ഷ്മിക്കും മഞ്ജുവിനും വിശ്വസിക്കാനാകുന്നില്ല. മഞ്ജു ആണെങ്കിൽ സന്തോഷം കൊണ്ട് നോക്കി ചിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് കാലിനൊരു മുടന്തുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു മുടന്തുമില്ല. അതേസമയം കണ്ണൻ വന്ന് പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, അയ്യപ്പസ്വാമി ദർശനം കിട്ടിയെന്ന് മാത്രമല്ല എനിക്ക് അല്പം മുടന്തുണ്ടായിരുന്നതും കൂടി ഭഗവാൻ അങ്ങ് ഏറ്റെടുത്തു. അത് കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക്. എന്നിട്ട് സന്തോഷത്തോടെ മഹാലക്ഷ്മി കണ്ണനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ആലോചിച്ച് പിന്നോട്ട് വലിയുന്നുണ്ട്. അതായത് മലയ്ക്ക് പോകാൻ മാല ഇട്ടിരുന്നല്ലോ, ആ മാല ഊരിയിട്ടുണ്ടോ എന്നുള്ള ടെൻഷനായിരിക്കും മഹാലക്ഷ്മി അലട്ടുന്നത്. ഒരു കാര്യത്തിൽ മഞ്ജുവിന് ഭയങ്കര സന്തോഷമാകുന്നു. വീട്ടുകാർ തന്നെ മനസ്സിലാക്കില്ലെങ്കിലും കണ്ണേട്ടനും മഹാലക്ഷ്മിയേട്ടത്തെയും സാഗരേട്ടനെയും എന്നെ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല അവരുടെ മനസ്സിൽ പഴയതുപോലുള്ള സ്ഥാനം വീണ്ടും കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് മഞ്ജു. ഇനി കുറച്ച് ദിവസവും കൂടി ഒളിച്ച് താമസിക്കാനായിട്ട് മഞ്ജുവിൻ്റെ വീട്ടിൽ തന്നെ തീരുമാനിക്കുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും. കാരണം കണ്ണൻ മരിച്ചു എന്നാണല്ലോ അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം ഉടനെ കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നില്ല. അവരെ ഒന്ന് വട്ടം ചുറ്റിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. മാർക്കോ അല്ലേ ആള്, മേഘന് കൊടുക്കേണ്ട പണി 18 മടങ്ങായിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന ആ ഒരു നിമിഷം കണ്ണന് യാതൊരു ആപത്തും സംഭവിച്ചിട്ടില്ല. നടന്നു വരുന്ന കണ്ണനെ കണ്ട് കിളി പാറുന്ന ഉണ്ണിയെയും കരുണയെയും ദുർഗയെയും മേഘനെയൊക്കെ അധികം താമസിക്കാതെ കാണാം. മേഘനെ എല്ലാവരും പുകഴ്ത്തി എന്ന് മാത്രമല്ല മേഘൻ ചെയ്ത ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരും പണം കൊടുത്ത് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുമെല്ലാം വീണ്ടും നമ്മുടെ മേഘനെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു നിമിഷം അധികം താമസിക്കാതെ വന്നെത്തും. നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയെയും ഇനി ആർക്കും ഒന്നും ചെയ്ത് തളർത്താൻ പറ്റില്ലെന്നുള്ള ആ ഒരു വിവരം അറിയുമ്പോൾ കരുണയായിരിക്കും ഏറ്റവും കൂടുതൽ തകരാൻ പോകുന്നത്. മാത്രമല്ല മഹാലക്ഷ്മിയെ കമലേശ്വരം തറവാട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ച് വിട്ടതിൻ്റെ പേരിൽ പ്രതാപനും കരുണയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ സമയമെത്തിയിട്ടുണ്ട്. മുത്തശ്ശിയും പ്രതാപനും ഈ വിവരം അറിഞ്ഞ് തകരുന്ന ആ സമയം മോഹിനിയമ്മ അവരെ പാഠം പഠിപ്പിക്കാൻ പോകും.
ശത്രുക്കളുടെ എല്ലാം നെഞ്ചിലേക്ക് തീ കോരിയിടുന്ന ആ ഒരു നിമിഷത്തിലേക്ക് ഒരല്പമെങ്കിലും ഒന്ന് ഒതുങ്ങി നിൽക്കാൻ നമ്മുടെ പ്രതാപനും മുത്തശ്ശിക്കുമെങ്കിലും ആകട്ടെ എന്ന് കാത്തിരിക്കാം.